വായിച്ച് ഈ മാതാവിന്റെ താൻ അറിയാതെ പോയ സ്നേഹത്തിന്റെ മേഖലകളിലേക്ക് എത്തിയപ്പോ എന്റെ മാതാവേ എന്ന് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കൈത്തലം വെച്ചെഴുതിയ ആ വെള്ള പേപ്പറിലേക്ക് തന്റെ മുഖം അമർത്തിപ്പിടിച്ചുകൊണ്ട് വേദനയോടെ രണ്ട് കാൽമുട്ടുകളും ഭൂമിയിലേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് താഴെ വീണ് പൊട്ടിക്കരയാണ്. ഈ മാതാവിന്റെ സ്നേഹത്തിന്റെ ഈ മേഖലകൾ അറിയാതെ പോയതിന്റെ, അവരെ താൻ അവഗണിച്ചതിന്റെ വലിയൊരു വേദന എന്തായിരുന്നു ആ ലെറ്ററിലെന്നറിയോ? ഈ മാതാവ് അതിനകത്ത് എഴുതിയിരിക്കുക, എന്റെ പൊന്നുമോനെ, നീ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയൂല, എവിടെയാണെങ്കിലും നീ സുഖമായി ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, അത് മാത്രമേ ഞാൻ കൊതിക്കുന്നുള്ളൂ. എന്നാലും എന്റെ പൊന്നുമോനെ, നിന്റെ ഭാര്യ വെച്ച് വിളമ്പിത്തരുന്നത് മാത്രം കഴിക്കാൻ പറ്റുന്ന ഈ പ്രായത്തിൽ, എനിക്ക് സ്വന്തമായിട്ട് ഒന്നിനും കഴിയാത്ത ഈ പ്രായത്തിൽ, നിന്റെ മക്കളുടെ കുസൃതി കേട്ടെങ്കിലും കഴിയാൻ കൊതിച്ച് നിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിച്ച എന്നെ കണ്ണുപൊട്ടിയായതിന്റെ പേരിൽ നീ ഒറ്റയ്ക്ക് ഈ കുടിയിൽ ഒഴിവാക്കി പോയില്ലേ മോനെ? ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഞാൻ ആ രഹസ്യം നിന്നോട് പറയേ. ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ രഹസ്യം നിന്നോട് പറയില്ലായിരുന്നു, ഒരിക്കലും അത് പറയില്ല. കാരണം മകൻ എന്ന നീ എനിക്ക് അത്ര വലുതായിരുന്നു. പക്ഷേ ഈ അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് പറയേ, നീ അങ്ങനെ ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ ആ രഹസ്യം നിന്നോട് പറയില്ലായിരുന്നു. നീ അറിഞ്ഞോ, ഞാൻ ഒറ്റക്കണ്ണി ആയതിന്റെ പേരിലാണ് നീ എന്നെ തഴഞ്ഞത് എങ്കിൽ യഥാർത്ഥത്തിൽ നീ ജനിക്കുന്നത് വരെ നിന്റെ ഈ മാതാവ് പൊട്ടക്കണ്ണി അല്ലായിരുന്നു. എല്ലാ പെണ്ണുങ്ങളും പോലെ എനിക്കും കാഴ്ച ഉണ്ടായിരുന്നു. ഞാൻ ഈ കാഴ്ച വെച്ച് ലോകം കണ്ടിരുന്നു. ഞാൻ ഈ ലോകം ഈ കണ്ണു വെച്ച് കണ്ട് എന്നെ മറ്റു പെണ്ണുങ്ങളെ പോലെ സന്തോഷത്തോടെ ജീവിച്ചത്. നീ അങ്ങനെ ജനിച്ചു, നീ അങ്ങനെ വളർന്നു, നീ നിന്റെ കൂട്ടുകാരോടൊത്ത് തത്തിക്കളിക്കുന്ന പ്രായത്തിൽ വലിയ കൽച്ചീളുകളുള്ള ഒരു ഭൂമിയിലൂടെ നീ കളിച്ചുകൊണ്ടിരിക്കെ കാല് വഴുതിയിട്ട് മുഖമടച്ച ആ കൽമേഖലയുടെ മുകളിലേക്ക് നീ ഒന്ന് വീണപ്പോ രണ്ട് കൽച്ചീലുകൾ നിന്റെ കണ്ണിന്റെ കൃഷ്ണമണികളെ കുത്തി തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. നിന്റെ നിലവിളി കേട്ടുകൊണ്ട് ഞാൻ ഓടി വരുമ്പോ രണ്ട് കണ്ണും തകർന്നു പോയിട്ട് കണ്ണിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് കുഴികളുമായി നിൽക്കുന്ന നിന്നെ കണ്ടു. മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഞാൻ നിന്നെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. ഡോക്ടർമാരോട് പറഞ്ഞു, എന്റെ ജീവൻ വേണമെങ്കിലും തരാം, എന്റെ പൊന്നുമോൻ കാഴ്ചയുള്ളവനാകണം. ഡോക്ടർമാര് പരിശോധിച്ചു, എന്നോട് പറഞ്ഞു, പൊന്നു പെങ്ങളെ, സഹതാപമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല. നിന്റെ മകൻ ഇനി കാഴ്ചയില്ലാത്തവനായി കണ്ണുപൊട്ടനായി ജീവിക്കേണ്ടി വരും. ഞാൻ വിട്ടില്ല. അലറിക്കരഞ്ഞു കാല് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും എന്റെ പ്രിയപ്പെട്ട മകൻ കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നേ പറ്റൂ. അവസാനം എന്റെ ഈ ആർത്തിയുടെ പേരിൽ വിഷമം തോന്നിയ ഡോക്ടർമാര് മെഡിക്കൽ ബോർഡ് കൂടി അവസാനം തീരുമാനമെടുത്തു. അതിന്റെ മെയിൻ ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, ഒരൊറ്റ വഴിയുണ്ട്, പക്ഷെ ആലോചിച്ചിട്ട് വേണം നീ തീരുമാനമെടുക്കാൻ. കാരണം നിന്റെ ജീവിതം വെച്ചുള്ള കളിയാണ്. സ്വന്തം മകനാണെങ്കിലും ആലോചിക്കാതെ എടുത്തു ചാടിയിട്ട് പിന്നീട് അത് പിഴവായി പോയി എന്ന് തോന്നാൻ പാടില്ല. അതുകൊണ്ട് ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കാര്യം പറയാൻ പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, നിന്റെ മകന്റെ കണ്ണിന് പ്രകാശിക്കണമെങ്കിൽ നീ കണ്ണുപൊട്ടിയാവാൻ തയ്യാറാകണം. നീ നിന്റെ കണ്ണ് മുറിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തന്നാൽ നിന്റെ കണ്ണുകളെ ഞങ്ങൾ മുറിച്ചെടുക്കും. അത് നിന്റെ മകന്റെ കൺകുടിയിലിരുന്ന് പ്രകാശിക്കും. പക്ഷേ അന്നു മുതൽ നീ കണ്ണുപൊട്ടിയ സ്വന്തം മകന് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം ചെയ്യുന്നതെങ്കിലും നിന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാ. അതുകൊണ്ട് ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. എന്റെ പൊന്നുമോനെ, മകനാകുന്ന നിന്റെ വിഷയത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കാൻ ഈ മാതാവിന് ഒരു സമയവും വേണ്ടി വന്നില്ല. ഞാൻ അലറിക്കരഞ്ഞുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്റെ കണ്ണ് മുറിച്ചെടുക്കണം. എത്ര നേരത്തെ അതെന്റെ മകന്റെ കണ്ണിലിരുന്ന് പ്രകാശിക്കുമോ അത്രത്തോളം എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞപ്പോ ഡോക്ടർമാര് തയ്യാറായി. എന്റെ കണ്ണ് മുറിച്ചെടുത്തു, നിന്റെ കണ്ണിലേക്ക് വെച്ച് തന്നു. അന്ന് മുതലാടാ നിന്റെ ഈ മാതാവ് കണ്ണുപൊട്ടിയായത്. എന്റെ ആ കണ്ണു വെച്ചുകൊണ്ടാ നീ വിദ്യാഭ്യാസം മുഴുവനും നേടിയത്. ഈ നേടിയെടുത്തെന്ന് നീ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നത് മുഴുവനും നീ നേടിയെടുത്തത് നിന്റെ ഈ പാവപ്പെട്ട മാതാവിന്റെ കണ്ണു വെച്ചുകൊണ്ടാ. നിനക്ക് വേണ്ടിയിട്ടാ നിന്റെ ഈ മാതാവ് കണ്ണുപൊട്ടിയായി പോയത്. ഒരിക്കലും ഇത് ഞാൻ നിന്നോട് പറയില്ലായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ നീ എന്നെ വെറുത്തുകൊണ്ട് ഒറ്റപ്പെടുത്തിയതിന്റെ പേരിൽ എനിക്ക് പറയാതെ നിർവാഹമില്ലാത്തായത് കൊണ്ട് മാത്രം നിന്നോട് പറഞ്ഞതാ. അല്ലാതെ മാതാവിന്റെ മാതൃത്വത്തിന്റെ വില തേടിയതല്ല നിന്നോട് എന്ന് പറഞ്ഞ മാതാവിന്റെ അറിയാതെ പോയ സ്നേഹത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പോയ ഒരു മകന്റെ ഒരു കഥ വിവരിക്കപ്പെടുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, തത്വത്തിൽ കണ്ണുപൊട്ടികൾ തന്നെയല്ലേ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ 60 കഴിഞ്ഞ ഉമ്മമാർ, നമ്മുടെ 50 കഴിഞ്ഞ ഉമ്മമാർ, നമ്മുടെ 70 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട ഉമ്മമാർ. അവർക്ക് വേണ്ടി നമ്മൾ മരുന്ന് വാങ്ങിക്കൊടുത്തതിന്റെ കണക്ക് പറയുമ്പോ
നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുത്തതിന്റെ കണക്ക് പറയുമ്പോ, നമ്മൾ അവർക്ക് വസ്ത്രം കൊടുത്തതിന്റെ കണക്ക് പറയുമ്പോ, മറ്റുള്ളവരെക്കാളും ഞാനാണ് കൂടുതൽ എന്റെ മാതാവിനെ നോക്കുന്നതെന്നവരെ ബന്ധുക്കൾ വരുമ്പോ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുമ്പോ, ഒരൊറ്റ തവണ എന്നെയും നിനക്കും വേണ്ടി ത്യാഗം ചെയ്തതിന്റെ ഏതെങ്കിലും കണക്ക് പുസ്തകത്തിന്റെ 1000 ഏടുകളിൽ നിന്ന് ഒരധ്യായമെങ്ങാനും ആ നാവ് കൊണ്ട് മറിച്ചിട്ടുണ്ടോ നമ്മുടെ ഉമ്മ? ഇല്ല പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഉമ്മ. അല്ലാഹ് വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. എന്റെ കാട്ടുപുതുശ്ശേരിയിലെ സഹോദരാ, ഉമ്മയോടുള്ള ബന്ധം കേവലം ചെറുതല്ല സഹോദരാ. ഒരു 3 നേരത്തെ ഭക്ഷണം നിന്റെ ഉമ്മാടെ പള്ള നിറച്ച് കഴിക്കാൻ കൊടുക്കുമ്പോ ഉമ്മയോടുള്ള ബാധ്യത തീർന്നെന്ന് കരുതിയെങ്കിൽ അവിടെ നമ്മൾ തോറ്റുപോയ പൊന്നുമോനെ. എന്റെ കാട്ടുപുതുശ്ശേരിയിലെ പെങ്ങളെ, ഒരു സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയപ്പോ, നല്ല സ്നേഹമുള്ള അമ്മായി അമ്മയെ കിട്ടിയപ്പോ, നല്ല മക്കളും കുടുംബവും പശ്ചാത്തലവും കിട്ടിയപ്പോ, നിന്നെ പ്രസവിച്ച 70 കഴിഞ്ഞ തള്ളയെ നീ മറന്നോ പൊന്നുമോളെ? അല്ലാ അറിയണോ ഉമ്മാടെ വില പ്രിയപ്പെട്ട സഹോദരാ? മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യാനെന്ന മോഹത്തോടുകൂടി പരിശുദ്ധമായ മക്കയിലെത്തുന്നു. ഇസ്ലാമിക ഭരണസിരാ കേന്ദ്രത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത 10 വർഷക്കാലത്തെ മഹാരാജാവാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മുത്തുമോനാകുന്ന മുത്തബിഉ സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിലൂടെ പരിശുദ്ധമായ മതാഫിലെത്തുന്നു. തന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ കഅബ തവാഫ് ചെയ്യലാണ്. തന്റെ മനസ്സിനകത്തുള്ള രഹസ്യങ്ങളെ പടച്ച റബ്ബിനോട് പറയലാണ്. ആ ലക്ഷ്യത്തോടുകൂടി മതാഫിലെത്തുന്നു. മതാഫിന്റെ ഒരു ഓരത്ത് നിന്നുകൊണ്ട് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് വരുന്ന വിശ്വാസികളെ തന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അഞ്ചി പോകാത്ത കണ്ണുപിടിച്ച് നിരീക്ഷിക്കുന്നു. അല്ലാഹുവിന്റെ കഅബയുടെ ഓരത്ത് നിന്ന് കരയാത്ത കണ്ണുകളില്ല, വിതുമ്പാത്ത ചുണ്ടുകളില്ല. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടുപോലും മണപൊട്ടി ദാഹിക്കുന്ന വിശ്വാസികൾ, കഅബയുടെ കിസ്വ പിടിച്ചുകൊണ്ടുപോലും മള്ളിപ്പിടയുന്ന വിശ്വാസികൾ, എല്ലാവരുടെയും ഗദ്ഗദത്തോടെ തൊണ്ടയിൽ നിന്ന് തെറികളിക്കുന്നത് ഒരൊറ്റ ശബ്ദമാ, എന്നെ കൈവിടല്ലേ അല്ലാ, എന്നെ തടയല്ലേ അല്ലാ, എന്നെ തള്ളരുതേ അല്ലാ, എന്നെ വെറുക്കരുതേ അല്ലാ. ലൈസ കസ്ബി മിനൽ ജിനാനി നഈമാ غير أني أريد حالي أراك ليس كسبي من الجنان نعيما غير أني أريد حالي أراك. ആ കണ്ണുനീരുകൾ ഒന്നാകെ വിളിച്ചു പറയുന്നത് റബ്ബിന്റെ ഔദാര്യത്തെയാണ്. ആ തേങ്ങലുകൾ ഒന്നാകെ വിളിച്ചു പറയുന്നത് പടച്ച റബ്ബിന്റെ സ്നേഹത്തിന്റെ ലഹരിയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. കഅബ
തൗബ തന്നെയല്ലേ? എത്ര തവണ കണ്ടിട്ടുണ്ട്. അതെ ഷാജിർ ഉസ്താദ് എല്ലാ സമയത്തും നിങ്ങളവിടെ ജോലിയേറ്റതിന് ശേഷം ഇനി അതിനൊരു കുറവ് വരണ്ടെന്ന് കരുതിയിട്ട് ഇപ്പൊ മരുമോനെയും ബാക്കിയുള്ളവരെയൊക്കെ ഇപ്പൊ ഏൽപ്പിച്ചു വിടേ. എപ്പോഴും കഅബയില്ല. ഏത് സമയത്ത് കഅബയിൽ എത്തിയാലും നമ്മൾ അണപൊട്ടും, നമ്മൾ കരയും അല്ലേ? ആണ് കഅബയുടെ പ്രത്യേകത. മഹാനായ ഇബ്രാഹിം നബി പോലും ജീവിതത്തിന്റെ ഏറ്റവും നിസ്തുലമായ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയാ. ആ കഅബയുടെ ഓരത്ത് നിന്നുകൊണ്ട് ഇബ്രാഹിം നബി പോലും ഒരു ദുആ ചെയ്തത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഫലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. മലക്കുകൾ പോലും കരഞ്ഞുപോയ ദുആ. ഈ ഇബ്രാഹിമിനെ നാണം കെടുത്തരുതേ അല്ലാ. ഈ ഇബ്രാഹിമിനെ കളിയാക്കരുതേ അല്ലാ. ഈ ഇബ്രാഹിമിനെ അവഹേളിക്കരുതേ അല്ലാ. ഈ ഇബ്രാഹിമിന്റെ മാന്യത തകർക്കരുതേ അല്ലാ. അണപൊട്ടി കരഞ്ഞ പ്രാർത്ഥന എവിടെ വെച്ച്? ദുനിയാവിൽ വെച്ചല്ല, നിമ്രൂദിന്റെ മുമ്പിൽ വെച്ചല്ല. യൗമല യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, കുശുമ്പില്ലാത്ത, അഹങ്കാരമില്ലാത്ത, പിണക്കമില്ലാത്ത, ഞാൻ വലിയവനെന്ന തോന്നലില്ലാത്ത, മറ്റുള്ളവര് തകർന്നു കാണുമ്പോ സന്തോഷിക്കുന്ന മനസ്സല്ലാത്ത, മറ്റുള്ളവര് ദുഃഖിക്കുമ്പോ വെളുക്ക ചിരിക്കുന്ന കുടിലമായ ചിന്താഗതിയുള്ള മനസ്സല്ലാത്ത നല്ല മനസ്സോടുകൂടി ആര് കടന്നു വരുന്നുവോ അവരെ ഇബാദത്തുകൾ മാത്രം സ്വീകരിക്കുന്ന നിന്റെ പ്രൗഢമായ മഹ്ശറ. ആ മഹ്ശറയുടെ നടുത്തളത്തിൽ ജനകോടികൾക്കിടയിലായിട്ട് ഈ പാവപ്പെട്ട ഇബ്രാഹിമിനെ നീ രണ്ടാമത് ജന്മം തന്ന് നിർത്തുമ്പോ അവിടെ എന്നെ നാണം കെടുത്തരുതേ അല്ലാ. അവിടെ എന്നെ കളിയാക്കരുതേ അല്ലാ. അവിടെ എന്നെ അവഹേളിക്കരുതേ അല്ലാ. അവിടെ എന്റെ മാന്യത തകർക്കരുതേ അല്ലാ. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ മഹാന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു അവിടെയും ഇവിടെയും നമ്മുടെ മാന്യതയും തകരാതെ അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. അതൊരു ചെറിയ വിഷയമല്ല പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ വിഷയം. എന്താവട്ടെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പൊ നമ്മുടെ വിഷയം ഉമ്മയാണ്. ഈ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു മത്താഫിൽ നിന്നിട്ട് ഈ ജനങ്ങൾ ഇങ്ങനെ നോക്കേ. ഈ നോക്കുന്നതിനിടയിൽ ഒരു യുവാവിനെ മാത്രം ശ്രദ്ധിച്ചു. ഇത്രയും ആളുകളൊന്നും ആലോചിച്ച് നോക്കി. അവിടെ ഈ നിറഞ്ഞു നിൽക്കുന്ന തവാഫ്, അതിനിടയിൽ ഒരൊറ്റ ആളിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഒരു യുവാവിനെ. എന്തേ യുവാവിനെ മാത്രം ശ്രദ്ധിക്കാനുള്ള കാരണം എന്നറിയോ? ഒരു വട്ടം കഴിഞ്ഞു, 2 വട്ടം കഴിഞ്ഞു, 3 വട്ടം കഴിഞ്ഞു. തവാഫ് ഇങ്ങനെ ആവർത്തിക്കും തോറും മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ യുവാവിനെ മാത്രം ശ്രദ്ധിക്കേ. എന്തേ ശ്രദ്ധിക്കാനുള്ള കാരണം? ഇവിടെയാണ് ഉമ്മ സഹോദരാ, ഇവിടെയാണ് ഉമ്മാടെ വലിപ്പം സഹോദരാ. എല്ലാവരും സ്വതന്ത്രമായി തവാഫ് ചെയ്യുന്നു. പക്ഷേ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങൾ നോക്കുമ്പോ അക്കൂട്ടത്തിൽ നിന്ന് ഒരു യുവാവ് മാത്രം വലിയൊരു ഭാരം ചുമന്നു പിടിച്ചിരിക്കുന്നു. വലിയൊരു ഭാരവും ചുമന്നു പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നു. എന്തേ ഭാരമെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? തന്നെ പ്രസവിച്ച മാതാവാണ്. അവർക്ക് നടക്കാനുള്ള കാലിന് ശേഷം നഷ്ടപ്പെട്ട വന്യവയോധികയുടെ പടവുകളൊക്കെ തീർന്നുപോയി. അങ്ങനത്തെ ഈ പാവപ്പെട്ട വൃദ്ധയായ മാതാവിനെ തന്റെ ചുമലിൽ എടുത്തു പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നു. ഇതൊന്തൊരു മകനാ ണല്ലാ, ഇതൊന്തൊരു കരുണയാണല്ലാ, ഇതൊന്തൊരു സ്നേഹമാണല്ലാ. അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുടെ മനസ്സിൽ ആ യുവാവിനോടുള്ള മതിപ്പ് കൂടുന്നു. ആ മതിപ്പോടുകൂടി യുവാവിനെ തന്നെ നോക്കുന്നു. തവാഫ് ചെയ്തുകൊണ്ടിരുന്ന യുവാവ് രംഗം കണ്ടു.
തവാഫ് കഴിഞ്ഞു. പ്രിയപ്പെട്ട ഉമ്മാനെ മതാഫിന്റെ ഓരത്തിരുത്തി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അവരെ മുമ്പിലൊന്ന് ചെല്ലട്ടെ ഉമ്മയോട് അനുവാദം വാങ്ങി മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ മുമ്പിലെത്തുന്നു. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മുമ്പിലെത്തിയിട്ട് പുഞ്ചിരിച്ചു. നിറഞ്ഞ മനസ്സോടുകൂടി മഹാനവറുകളും പ്രതികരിച്ചു. ഉടനെ യുവാവ് ചോദിച്ചു, തങ്ങളെ, നിങ്ങൾ എന്നെ തന്നെ 100 കണക്കിന് വരുന്ന തവാഫ് ചെയ്യുന്നവർക്കിടയിൽ നിന്ന് എന്നെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്നെ മാത്രമല്ലേ ശ്രദ്ധിച്ചത്? എന്നെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാരണം എന്റെ ഉമ്മാനെ ഞാൻ തലയ്ക്ക് മുകളിൽ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നത് കണ്ടിട്ടല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി, അതേടോ, അത് തന്നെയാണ്. അത് വലിയ അമലാണ്, അത് വല്ലാത്ത സ്നേഹമാണ്, അത് വല്ലാത്ത ത്യാഗമാണ്. ഉടനെ യുവാവ് പറഞ്ഞു കൊടുത്തു, തങ്ങളെ, ഇതിൽ മാത്രമല്ല, എന്റെ ജീവിതം മുഴുവനും എന്റെ ഉമ്മാടെ കാൽച്ചുവട്ടിന്റെ കീഴിലാണ്. എന്റെ ഉമ്മ അറിയാത്ത ഒരു സന്തോഷം എന്റെ ജീവിതത്തിലില്ല. എന്റെ ഭാര്യയുടെ പള്ള നിറയണോ, എന്റെ ഉമ്മ കഴിച്ചേ പറ്റൂ. എന്റെ മക്കളെ വിശപ്പടങ്ങണോ, അതിന് മുമ്പ് എന്റെ ഉമ്മാനെ വിശപ്പടങ്ങിയേ പറ്റൂ. എന്റെ ദാഹം തീരണോ, എന്റെ ഉമ്മാടെ ദാഹം തീർന്നേ പറ്റൂ. എല്ലാ നിലയിലും എനിക്ക് വലുതെന്റെ ഉമ്മയാണോ. എന്റെ ആയുസ് തീരുന്നത് വരെ ഞാൻ എന്റെ ഉമ്മാനെ അങ്ങനെ തന്നെ കൊണ്ടു നടക്കും. തങ്ങളെ, ഇത് കേട്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് മതിപ്പ് കൂടി. ആ യുവാവിനെ നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചു. ഉടനെ യുവാവ് മഹാനരോട് ചോദിക്കേ, തങ്ങളെ, ഞാനൊരു സംശയം അങ്ങയോട് ചോദിക്കട്ടെ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ തലയാട്ടി. ഈ യുവാവ് പറഞ്ഞു, തങ്ങളെ, ഇങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലുതെന്റെ ഉമ്മ ാക്കി കൊണ്ടു നടക്കേ. ആ ഉമ്മാടെ കാൽപാദം പോലും എന്റെ തലയ്ക്ക് മുകളിലാണോ. അങ്ങനെ ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ട് നടന്നുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോ, അള്ളാടെ മുമ്പിലെത്തുമ്പോ ഉമ്മാക്ക് പകരം ചെയ്ത മകനെന്ന ഒരു സ്ഥാനം എനിക്ക് കിട്ടുമോ? തങ്ങളെ, എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ മാർവിടത്തിൽ നിന്ന് എനിക്ക് 2 വർഷം പാല് തന്നിട്ടുണ്ട്, എന്റെ ഉമ്മ എന്നെ വളർത്തി പരിപാലിച്ച് പരിചരിച്ചിട്ടുണ്ട്, ഒരുപാട് വാത്സല്യം തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ത്യാഗം എനിക്ക് വേണ്ടി ചെയ്തതിന് പകരം ചെയ്ത മകനെന്ന ഒരു സ്ഥാനം നാളെ അള്ളാടെ മുമ്പിലെത്തുമ്പോ എനിക്ക് കിട്ടുമോ? തങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് യുവാവ് ചോദിച്ചു, സഹോദരാ, ഇവിടെയാണ് ഉമ്മാടെ വില മറക്കണ്ട. ഈ ഒരു ചോദ്യം കേട്ടതോടുകൂടി മഹാനവറുകളുടെ മുഖമാകെ മ്ലാനമാകുന്നു. ആ യുവാവിന്റെ മുഖത്തേക്ക് ഒരു പരിഹാസത്തിന്റെ ചിരിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്ത്, എന്താടോ നീ ചോദിച്ചത്? ഒരു ഉമ്മാക്ക് പകരം ചെയ്ത മകനോ, ഒരു ഉമ്മ കഷ്ടപ്പെട്ടതിന്റെ പകരം ചെയ്ത മകനാകാൻ പറ്റുമോ എന്നോ? ആർക്കാടാ അതിന് കഴിയുക? നിന്റെ ആയുസ് മുഴുവനും നിന്റെ ഉമ്മാടെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ചാലോ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച നേരത്ത് അനുഭവിച്ച നൊമ്പരമില്ലേ, ആ നൊമ്പരത്തിന്റെ ഒരു കണികയ്ക്ക് പകരം വെക്കാൻ നിന്റെ ആയുസ് മുഴുവനും മതിയാവില്ല മോനെ. പിന്നെയല്ലേ നിനക്ക് പാല് തന്നതിന്റെ കണക്ക്, പിന്നെയല്ലേ നിന്റെ ഗർഭം ചുമന്നതിന്റെ കണക്ക്, പിന്നെയല്ലേ നിന്നെ പരിപാലിച്ചതിന്റെ കണക്ക്. വലാകിൻ അഹ്സൻത, എന്നാലും ഖുർആൻ പറഞ്ഞ മാതാവിന് നന്മ ചെയ്ത മകനെന്ന് ഒരു സ്ഥാനം നിനക്ക് കിട്ടും. അതിനപ്പുറം ഒരു ഉമ്മാക്ക് പകരം ചെയ്യാ ഒരു മകന്റെയോ മകളുടെയോ ജീവിതം മതിയാവില്ലടാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ പറച്ചിൽ കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. പ്രിയപ്പെട്ട ഉമ്മാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകൻ പൊട്ടിക്കരഞ്ഞുവെങ്കിൽ എന്റെ കാട്ടുപുതുശ്ശേരിയിലെ സഹോദരാ, കേവലം ഒരു 3 നേരം ഭക്ഷണം കൊടുക്കുമ്പോ, കേവലം നിന്റെ വീട്ടിലൊരു റൂം കൊടുക്കുമ്പോ, 2 മാസം കൂടുമ്പോ ഒരു ജോഡി ഡ്രസ് എടുത്ത് കൊടുക്കുമ്പോ ഉമ്മയോടുള്ള എല്ലാ ബാധ്യതയും തീർന്നുവെന്ന് നീ കരുതണ്ട പൊന്ന് സഹോദരാ. എന്റെ കാട്ടുപുതുശ്ശേരിയിലെ പെങ്ങളെ, ഒരു നല്ല കുടുംബ
പശ്ചാത്തലം അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നിനക്ക് തയ്യാറാക്കി തന്നപ്പോ നിന്റെ ഉമ്മാനെ മറന്നോ പൊന്നുമോളെ? അങ്ങനെ മറക്കാൻ പറ്റിയ ബന്ധമല്ല മോളെ. ഒരു 6 മാസത്തിലെ കേവലം മണിക്കൂറുകൾ മാത്രം കണ്ട് വിശേഷം ചോദിക്കുന്ന ഒരു ബന്ധമാക്കി ഉമ്മയോടുള്ള മഹിത ബന്ധത്തെ നീ അവഗണിക്കണ്ട പൊന്നുമോളെ. ഉമ്മയില്ലാതെ ഒരു വിജയം നീ കൊതിക്കണ്ട മോളെ. ഉമ്മയിലൂടെ അല്ലാതെ ഒരു വിജയം എന്റെ സഹോദരൻ കൊതിക്കണ്ട സഹോദരാ. വല്ലദീന യസ്ലൂന മാ أمر الله به أن يوصلا ويخشون ربهم ويخافون سوء الحساب. قرآن بين الله عز وجل. കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ അത്രയും കൂട്ടിപ്പിടിക്കുന്നവരാണ് വിശ്വാസികളെന്ന് ഖുർആൻ പറയുമ്പോൾ അതിലേറ്റവും ഒന്നാമത്തെ ബന്ധം ഉമ്മ. അതൊരു ചെറിയ ബന്ധമല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മൾ സ്നേഹം പറയാറുണ്ട്, ഇല്ലാന്നല്ല. ബന്ധമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. അങ്ങനെ അല്ലാത്തവരാരും ഈ കൂട്ടത്തിലില്ല. ശരിയെങ്കിലും ബോധമുള്ളവരൊക്കെ ഉമ്മമാരെ അങ്ങനെ തന്നെ കാണണം. പക്ഷെ അതിനപ്പുറം ഉമ്മമാരെ തടയുന്ന അവരോട് പിന്നെ ചർച്ചയില്ല. ഉമ്മായിട്ട് മിണ്ടാത്തവരും പിണങ്ങി നിൽക്കുന്നവരും അവരോട് എന്ത് ചർച്ച പറയാനാ പ്രിയപ്പെട്ടവരെ? എന്റെ സഹോദര ഒന്നുറപ്പിച്ചോ, ഉമ്മമാരുടെ വേദനയിൽ ചവിട്ടിയെടുത്ത ഒരൊറ്റ മക്കളും തണ്ടല് നിവർത്തി അധികകാലം ഭൂമിയുടെ മണ്ണിൽ നിലനിന്നിട്ടില്ല. ഉറപ്പാ. ഉമ്മമാരുടെ വില അതാ. കാരണം ഉമ്മ ആരാ എന്റെ പ്രിയപ്പെട്ട സഹോദര? ചെറുതല്ലത്, വലുതാ. നമുക്കത് വലുതാണെന്ന് തോന്നാത്തത് അവര് നമുക്ക് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അനുഭവിച്ച ആ കഥകളൊന്നും നമ്മളോട് പറയാത്ത പൊട്ടക്കണ്ണികളായതിന്റെ പേരില് അല്ലേ ഉമ്മാക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്നാ ദീന് പഠിപ്പിക്കണത്. അബൂ റബീ പറയണല്ലേ അള്ളാഹുടെ മുത്തുനബി എങ്ങനെ പഠിപ്പിച്ചത്? അൽ ബിർറു ബിഹിമാ മഅൽ ലുത്ഫി. നിന്റെ ഉമ്മാക്ക് നീ ഭക്ഷണം കൊടുക്കണം, നിന്റെ ബാപ്പാക്ക് നീ വസ്ത്രം കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം? അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും ബാപ്പമാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ സവാബിനെ അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. മരിച്ചുപോയവരുടെ മണ്ണറകൾ അള്ളാഹു സ്വർഗീയ മണിയറകളാക്കുമാറാകട്ടെ. എത്ര പറഞ്ഞാലും പകരാകൂല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇച്ചിരി സ്നേഹമുള്ള മക്കളാണെങ്കിൽ ഞാൻ അവരുടെ ഒരു ഗുണം പറയേ, എടി ഉമ്മാക്ക് ഭക്ഷണം കൊടു. ആ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു. വേറെ അതിനേക്കാളും അപ്പുറം സ്നേഹിക്കുന്ന മക്കൾ വരേണ്ട കേട്ടോ. അത് ഇന്ന് ലോകത്തിൽ, അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കണ തന്നെ. അതൊന്നും അല്ലാത്ത ഒരു സാദാ സീതാണ്. എടി ഉമ്മാക്ക് ഭക്ഷണം കൊടു. ആ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷെ ഉമ്മ കഴിക്കില്ല. എന്താടി ഉമ്മ കഴിക്കാത്തത്? അതെന്തോ കുണ്ടക്കറവും കാണിച്ചിട്ട് ഉമ്മ കഴിക്കാതെ മാറി കഴിക്കേ. അവിടെ കിടക്കട്ടെടി, വേണമെങ്കിൽ വിശക്കുമ്പോ ഒന്ന് കഴിച്ചോളൂ, ഇല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ അല്ലേ. ബാപ്പ എന്നാ പിടിക്ക് മരുന്ന്. എടാ മരുന്ന് ഞാൻ അങ്ങനല്ല ഇങ്ങനല്ല നടന്നിട്ട് വേണമെങ്കിൽ എടുത്ത് കഴിക്കുക പറയുന്ന മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിക്കേ അൽ ബിർറു ബിഹിമാ മഅൽ ലുത്ഫി. മഹാരാജാവിന്റെ മുമ്പിലേക്ക് ഒരു പ്രജ അവന്റെ വീട്ടിലുള്ള വിളഞ്ഞെടുക്കപ്പെട്ട വലിയ സമ്മാനങ്ങളാകുന്ന പഴങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു വിനയാന്യത ഭാവയില്ലേ, പ്രഭോ ഈ അടിയാനിൽ നിന്ന് ഇതങ്ങ് സ്വീകരിച്ചാലും എന്ന് പറയുന്ന ഒരു ശൈലി. ഇതേപോലെ നിന്റെ ഉമ്മാടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നവരെ ഭക്ഷിപ്പിക്കണം. നിന്റെ ബാപ്പാടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നവരെ ധരിപ്പിക്കണം. അവർക്ക് മരുന്ന് കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് അബൂ റബീ അല്ല. 63 സംവത്സരത്തിനിടയിൽ കള്ളം തമാശയ്ക്ക് വേണ്ടി പോലും കള്ളം പറയാൻ നാം ഉപയോഗിക്കാത്ത ലോകത്തിന്റെ സത്യത്തിന്റെ മഹിതമായ മകുടോദാഹരണം സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ പ്രിയപ്പെട്ടവരെ. കസ്സയ്യിദി വൽ അബ്ദി, ഒരു മുതലാളിയും അടിമയും പോലെ. ഈ മുതലാളിയും അടിമയും അടിമത്വത്തിന്റെ കാലഘട്ടത്തിൽ മുതലാളിയുടെ പണി എന്താ? ആ അടിമയോട് ചെയ്യടാ എന്ന് പറയും. ആ പറയുമ്പോഴൊക്കെയും അടിമ മുതലാളിയുടെ മുമ്പിൽ എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കണം. ഓ അവിടുന്ന് പറയും പോലെ അതേപോലെ ഞാനും നിങ്ങൾ നിലകൊള്ളണം. ആരെ മുമ്പിൽ? നമ്മുടെ 60 കഴിഞ്ഞ ഉമ്മാടെ മുമ്പിൽ, നമ്മുടെ 70 കഴിഞ്ഞ ബാപ്പാടെ മുമ്പിൽ നിൽക്കണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോ അവിടെയാണ് ഉമ്മാടെ സ്ഥാനം, അവിടെയാണ് ബാപ്പാടെ സ്ഥാനം. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതിന്റെ വില അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിക്കേ. ലിഉമ്മീക ഹഖ്ഖുൽ ലൗ അലിംത കബീറു കസീറുക യാ ഹാദാ ലദൈക യസീറു. പറയാറില്ല അവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട വിവരം.
അള്ളാഹുടെ മുത്തുനബി ഹദീസുകളിലൂടെ അത് നമ്മളെ പഠിപ്പിച്ചെന്നത് കവിതാ ശകലങ്ങളിലൂടെ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കേ. പ്രിയപ്പെട്ടവരെ, ആരാ നമ്മുടെ ഉമ്മയെന്ന്? ലി ഉമ്മീക ഹഖ്ഖുൽ ലൗ അലിംത കബീറൂ കസീറുക യാ ഹാദാ ലദൈക യസീറൂ. നിന്റെ ഉമ്മയോടുള്ള ബാധ്യത കേവലം ചില ദൈനംദിന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് എല്ലാം തീർന്നെന്ന് കരുതിയോ സഹോദരാ? ഇത് അബൂറബീന്റെ വാക്കല്ല, വലിയ വലിയ മഹാരഥന്മാര് മുത്തുനബിയുടെ ഹദീസിനെ ആധാരമാക്കി കവിതാ ശകലങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കേ. കസീറുക യാ ഹാദാ ലദൈക യസീറൂ. അതിന് മാത്രം നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്റെ ഉമ്മ. അതുകൊണ്ട് തന്നെ ആ ഉമ്മയോടുള്ള നിന്റെ ബാധ്യത വലുതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ബാധ്യത വലുതാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അള്ളാഹു നിന്റെ ഇഹപര ലോകത്തെ വിജയം പോലും നിശ്ചയിക്കുക. കാരണം വകം ലൈലത്തിൻ ബാതത് ബി സിഖലിക തസ്തകീ ലഹാ മിൻ ജവാഹാ അന്നതും വസഫീറൂ. നിന്റെ ഉമ്മാടെ പള്ളയിൽ നീ വളരാൻ തുടങ്ങിയ ഒരു കാലം നിനക്കറിയുമോ? 9 മാസവും ചില്ലറ ദിവസവും നീ ഉമ്മാടെ പള്ളയിലാ കഴിഞ്ഞുകൂടിയത്. അവിടെ നിനക്ക് അധികമായ ചൂടില്ലായിരുന്നു, അവിടെ നിനക്ക് താങ്ങാത്ത തണുപ്പില്ലായിരുന്നു, അവിടെ നീ വിശപ്പ് അനുഭവിച്ചിട്ടില്ല, അവിടെ നീ ദാഹം അനുഭവിച്ചിട്ടില്ല, അവിടെ നീ വേദന തിന്നിട്ടില്ല, അവിടെ നിനക്ക് പ്രയാസമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഭൂമിയുടെ വെളിച്ചത്തിലേക്ക് നീ പ്രസവിക്കപ്പെട്ടപ്പോ കരയാൻ തുടങ്ങിയത്. ആ കരയാനുള്ള ഒരു കാരണം നിന്റെ ഉമ്മാടെ പള്ളയാകുന്ന ലോകം നിനക്കത്ര സുഖമായിരുന്നു. അവിടെ സുഖമല്ലാതെ നീ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ സുഖത്തോടുകൂടി 9 മാസവും ചില്ലറ ദിവസവും ഉമ്മാടെ പള്ളയിൽ നീ ജീവിച്ച ഒരു കാലമുണ്ടല്ലോ. നീ രക്തക്കട്ടയായി, പിന്നെ നീ മാംസക്കട്ടയായി. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയേ, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. എന്റെ സഹോദര, ഉമ്മാടെ പള്ളയിൽ നീ ജീവിച്ച ഘട്ടത്തിലുള്ള അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരേ. കേവലം നീ രക്തക്കട്ടയാക്കപ്പെട്ടു, പിന്നെ നീ മാംസപിണ്ഡമാക്കപ്പെട്ടു, പിന്നെ കേവലം അസ്ഥിപഞ്ജരമായി മാത്രം ഉമ്മാടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു കാലം നിനക്ക് കടന്നുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയേ, എന്റെ പൊന്ന സഹോദരാ, കേവലം എല്ല് മാത്രമായി, അസ്ഥി മാത്രമായി ഉമ്മാടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞ ഒരു കാലം നമുക്ക് കടന്നുപോയി. സുമ്മ കസൗനൽ ഇളാമ ലഹ്മാ, പിന്നെ അസ്ഥിപഞ്ജരങ്ങൾക്ക് ആവശ്യമായ ഇറച്ചികൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തു. അങ്ങനെ വളരാൻ തുടങ്ങി. അവസാനം അതിന്റെ വായ കീറി കൊടുത്തു, അതിന്റെ കണ്ണ് കീറി കൊടുത്തു, അതിനാവശ്യമായ സൗന്ദര്യമുള്ള മുഖം നമ്മൾ നൽകി, അതിനു വേണ്ട ചെവി നമ്മൾ സൃഷ്ടിച്ചു നൽകി, അതിന്റെ നെഞ്ചിനും മാംസങ്ങൾക്കും അതുപോലെ പേശികൾക്കും വേണ്ട മസിലുകൾക്കും വേണ്ട ഇറച്ചികളും മാംസങ്ങളും മജ്ജകളും നമ്മൾ സൃഷ്ടിച്ചു നൽകി. അവസാനം 9 മാസവും ചില്ലറ ദിവസവും കഴിയുമ്പോ 2 കാൽപാദങ്ങൾ
ഭൂമിയിലെ പതിപ്പിച്ച് വെച്ചിട്ട് ശരീരത്തിന്റെ ഭാരം അത് 100 കിലോയാണെങ്കിലും 125 കിലോയാണെങ്കിലും ആ ഭാരം മുഴുവനും ആ 2 കാൽപാദങ്ങളിൽ ബാലൻസ് ചെയ്തിട്ട് നെഞ്ച് വിരിച്ചുകൊണ്ട് കടുത്തുയർത്തിക്കൊണ്ട് തല നിവർത്തി പിടിച്ചു നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മനോഹരമായ പടപ്പാക്കി അള്ളാഹു മനുഷ്യനെ പടച്ചു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിക്കുന്ന നിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പുണ്ടല്ലോ. ആ സൃഷ്ടിപ്പ് അല്ലാഹു തആല നടത്തിയ ലോകം നിന്റെ ഉമ്മാടെ പള്ളയാ. ആ പള്ളയിൽ അല്ലാഹു അങ്ങനെ ഒന്ന് സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നീ കാട്ടുപുതുശ്ശേരിയിലെ മജ്‌ലിസ് കാണില്ലായിരുന്നു, അബൂ റബീഇ മജ്‌ലിസിൽ വഅദ് പറയില്ലായിരുന്നു. അങ്ങനെ ഉമ്മാടെ പള്ളയിൽ നീ വളരാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, നിന്റെ ഉമ്മാക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. അവർക്ക് എരിയുള്ള ഭക്ഷണം കഴിക്കാൻ കൊതി വരുന്നു, അവർക്ക് പുളിയുള്ള ഭക്ഷണം കഴിക്കാൻ കൊതി വരുന്നു, അവർക്ക് മധുരം കഴിക്കാൻ കൊതി വരുന്നു. അവര് കഴിക്കുന്നത് ഒന്നാകെ ഛർദിച്ചു പോകുന്നു, ശരീരം തളർന്നു വീഴുന്നു. എത്ര തവണയാടാ നിന്നെയും പേറിക്കൊണ്ട വേദന നിന്റെ ഉമ്മ തിന്നത്. മാത്രമല്ല നീ 6 മാസം 7 മാസം ആ പള്ളയിൽ അങ്ങനെ വളരാൻ തുടങ്ങിയപ്പോ ആ ഉന്തിയ പള്ളയും വെച്ചുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഉമ്മാക്കൊന്ന് നിസ്കരിക്കാൻ പോലും പറ്റുന്നില്ല. അവര് നൃത്തത്തിൽ നിന്ന് റുകൂ ചെയ്യുന്നത് കാണുമ്പോ, അവര് സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ 90 വയസ്സ് കഴിഞ്ഞ കിഴവികൾ നിസ്കരിക്കുന്നത് പോലെ തോന്നും. അവർക്ക് സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അവർക്ക് അത്തഹിയാത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല. അല്ലാ അല്ലാ, നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ അനുഭവിച്ച ത്യാഗമാ. അത് കേവലം ഒരു ദിവസമല്ല, അത് ഒരു ആഴ്ചയല്ല, മാസങ്ങളോളം അവര് അനുഭവിച്ചില്ലേ. അവസാനം നിന്നെയും വെച്ചുകൊണ്ട് ആ പള്ള പൂർണ്ണ വളർച്ചയിലെത്തിയപ്പോ അവർക്ക് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അവര് മലർന്ന് കിടത്തിട്ട് ശ്വാസം മുട്ടുന്നു, അവര് ചെരിഞ്ഞു കിടക്കുന്നു, അവര് തിരിഞ്ഞു കിടക്കുന്നു. അവസാനം ഉറങ്ങാൻ കഴിയാതെ വലിയ പന്തയും വെച്ചുകൊണ്ട് ഡ്യൂറോഫ്ലെക്സിന്റെ 25 കിഴമുള്ള മെത്തയിൽ 2 കൈയും പിന്നിലേക്ക് വെച്ച് തണ്ടല് നിവർത്തി നട്ടല് നിവർത്തി എത്ര രാത്രിയാടാ നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞത്. ഈ കഥയൊന്നും നിന്റെ ഉമ്മ നിനക്ക് വിവരിച്ചു തരൂല. എന്റെ മുത്തുമോനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ട്, എന്റെ മോളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ട് നിന്റെ ഉമ്മ നിനക്ക് വിവരിച്ചു തരൂല. പൊന്നുമോളെ, അവിടെ നീ അറിയാതെ പോയി നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ. മാത്രമല്ല വഫിൽ വലഇ ലാ തദ്രീ അലൈഹാ മശഖ്ഖതു